ഒരു തുള്ളി മഴ പോലും ലഭിക്കാത്ത ലിബിയ എന്ന രാജ്യം ലോകത്തെ ഏറ്റവും വലിയ നദി നിർമ്മിച്ച കഥയാണ്. 1950കളാണ് കാലഘട്ടം. ആ സമയത്താണ് ലിബിയയിൽ ഓയിൽ കണ്ടുപിടിക്കുന്നതും രാജ്യം സാമ്പത്തികമായി വളരുന്നതും. എന്നാൽ ശുദ്ധജല ലഭ്യത അന്യമായി നിന്നു. കടൽ വെള്ളം ശുദ്ധീകരിക്കലും വെള്ളം ഇറക്കുമതി ചെയ്യലും വളരെയധികം ചിലവേറിയതായിരുന്നു. ആ സമയത്താണ് ഓയിൽ എക്സ്ട്രാക്ഷന്റെ സമയത്ത് ഭൂമിക്കടിയിൽ ശുദ്ധജല സാന്നിധ്യം കണ്ടെത്തുന്നത്. ഉടൻ തന്നെ ഭരണാധികാരിയായിരുന്ന കേണൽ മുഅമ്മർ ഗദ്ദാഫി പദ്ധതി പ്രഖ്യാപിച്ചു. സഹാറ മരുഭൂമിയിൽ ഏകദേശം 1300-ലധികം കുഴൽക്കിണറുകൾ കുത്തി 4000 കിലോമീറ്ററിലധികം പൈപ്പ് ലൈൻ സ്ഥാപിച്ച് തീരദേശ പ്രദേശത്തേക്ക് വെള്ളം എത്തിച്ചു. ജനസംഖ്യയുടെ 90% ജീവിച്ചിരുന്നത് വടക്ക് ഭാഗത്തുള്ള തീരദേശത്തായിരുന്നു. അതിനാലാണ് തെക്ക് സഹാറയിൽ നിന്നും പൈപ്പ് ലൈൻ സ്ഥാപിച്ച് വെള്ളം എത്തിച്ചത്. ഏകദേശം $25 ബില്യൺ അന്ന് ഇതിനു വേണ്ടി ഗദ്ദാഫി ചിലവാക്കിയത്. എന്നാൽ പിൽക്കാലത്ത് ഇതേ ഗദ്ദാഫിയെ തന്നെ നാട്ടുകാർ തല്ലിക്കൊല്ലുന്ന കാഴ്ചയും നമ്മൾ കണ്ടു.